വാർത്തകൾ. കോന്നി. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ് 2 കുട്ടികൾ മരിച്ചു. കരിമാന്തോട് തൂമ്പാക്കുളം ഭാഗത്ത് ഇന്ന് നവംബർ 27 വ്യാഴാഴ്ച രാവിലെയാണ് നാടിനെ നടുക്കിയ അപകടം നടന്നത്. മരിച്ചവരിൽ ഒരാൾ കരിമാന്തോട് ശ്രീനാരായണ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി ആദിലക്ഷ്മി, 8 ആണ്. അപകടത്തിൽ കാണാതായ 4 വയസ്സുകാരനായ യദുകൃഷ്ണൻ എന്ന കുട്ടിയുടെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഉച്ചയോടെ തോട്ടിൽ നിന്ന് കണ്ടെടുത്തു. പാമ്പിനെ കണ്ട് വെട്ടിച്ചതാണ് അപകട കാരണം. രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിനിടെ റോഡിൽ കണ്ട പാമ്പിനെ വെട്ടിച്ച് മാറ്റാനുള്ള ശ്രമത്തിനിടെയാണ് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് 50 അടിയോളം താഴ്ചയുള്ള തോട്ടിലേക്ക് മറിഞ്ഞത്. ഓട്ടോറിക്ഷയിൽ ഡ്രൈവറെ കൂടാതെ 6 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപകടം നടന്നയുടൻ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് ഓടിയെത്തി കുട്ടികളെ പുറത്തെടുത്തു. ഗുരുതരമായി പരിക്കേറ്റ ആദിലക്ഷ്മിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യദുകൃഷ്ണനെ തോട്ടിൽ നിന്ന് കാണാതായിരുന്നു. പിന്നീട് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മറ്റു കുട്ടികൾക്കും ഓട്ടോ ഡ്രൈവർക്കും നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ കോന്നിയിലെയും സമീപത്തെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അപകടവിവരം അറിഞ്ഞ ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസും സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഫയർഫോഴ്സ് സംഘമാണ് കാണാതായ കുട്ടിക്കുവേണ്ടി തോട്ടിൽ തിരച്ചിൽ നടത്തിയത്. പോലീസ് മേൽനടപടികൾ സ്വീകരിക്കുകയും അപകടത്തിന്റെ കൃത്യമായ കാരണങ്ങളെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓട്ടോറിക്ഷ ക്രെയിൻ ഉപയോഗിച്ച് തോട്ടിൽ നിന്ന് ഉയർത്തി. ഈ ദാരുണമായ സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ന്യൂസ് സിറ്റി തിരുവനന്തപുരം.